നമസ്കാരം. ഇന്നർ വോയിസ് എന്ന ഈ പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മാന്ത്രിക ഗ്രഹത്തിലാണുള്ളത്. ഈ മാന്ത്രിക ഗ്രഹം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും അറിയും. ഈ മലയാളികളെ സംബന്ധിച്ച് മാജിക് എന്ന് പറഞ്ഞാൽ, അതുപോലെ മാന്ത്രികൻ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഏതൊരു കൊച്ചുകുട്ടിയുടെയും നാവിലേക്ക് വരുന്ന ആദ്യത്തെ പേര് മജീഷ്യൻ മുതുകാട് എന്നാണ്. അപ്പോൾ മജീഷ്യൻ മുതുകാട് എന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ആ മാന്ത്രിക ഗ്രഹത്തിലെത്തി അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിക്കുക എന്നതാണ് ഈ അഭിമുഖത്തിൻ്റെ ലക്ഷ്യം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം സ്വാഗതം ശ്രീ ഗോപിനാഥ് മുതുകാട്. വളരെ സന്തോഷം. നമ്മൾ ഈ കാണുമ്പോഴേ ഞാൻ ഇതിനു മുമ്പ് 2 തവണ താങ്കളെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. ആ 2 തവണ എൻ്റെ മുമ്പിലിരുന്നത് മജീഷ്യൻ മുതുകാടാണ്. അതായത് സ്റ്റേജ് പെർഫോമറായ മാന്ത്രികനായ മുതുകാട് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു 1 വർഷമായി. കഴിഞ്ഞ നവംബർ 17-ാം തീയതി താങ്കൾ പിന്നെ ഈ സ്റ്റേജ് ഷോ അവസാനിപ്പിച്ചു. മാന്ത്രികൻ എന്ന ആ ഒരു ആ മേഖലയിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിലും ഈ പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 4.5 പതിറ്റാണ്ട് കാലമായി, കുട്ടിക്കാലം മുതൽ തന്നെ താങ്കൾ ഈ വേദിയിൽ തുടർച്ചയായി എനിക്ക് തോന്നുന്നു 10,000-10,000 വേദികളിലെങ്കിലും ഇതിനോടകം രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാകും. എനിക്കറിയേണ്ടതേ ഈ കഴിഞ്ഞൊരു വർഷക്കാലം എങ്ങനെയായിരുന്നു? യു ആർ നോട്ട് എ പെർഫോമർ. ഞാൻ പറഞ്ഞത് സ്റ്റേജ് ഷോ ഇല്ല സ്റ്റേജ് ഷോ ഇല്ലാത്ത ഒരു കാലം, 1 വർഷം. യഥാർത്ഥത്തിൽ ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് നിന്ന് പിന്മാറാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മന്ത് ഞാൻ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ 7-ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങി. 10-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഒരു 45 വർഷം വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. മാജിക്ക് മാത്രമായിരുന്നു. എന്താ പറയുക, ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു 54 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു. അപ്പോൾ ട്രൂപ്പ്, പുതിയ ഐറ്റംസ്, ഇന്ന് കാണിക്കുന്ന മാജിക്ക് നാളെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ, പുതിയ റിസർച്ചസ്, ഇത് തന്നെയായിരുന്നു ജോലി. രാത്രിയും പകലും മുഴുവൻ വരച്ചും മാജിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കിയും റിഹേഴ്സൽ ചെയ്തും ഫെയിലറായും ഇങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എസ്കേപ്പ് ആക്റ്റുകൾ, പുതിയ പുതിയ പബ്ലിക് സ്റ്റണ്ടുകൾ, ഇതൊക്കെ കാണിച്ച് അങ്ങനെ മാത്രമായിരുന്നു എൻ്റെ ലോകം. പക്ഷേ ഞാൻ 2017-ലാണ് ഈ ഭിന്നശേഷി മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടോ ഒന്നുമല്ല. കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചിന്തകൾ മുഴുവൻ വഴിമാറി ഒഴുകുകയും ഈ ഒരു മേഖലയിലേക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യണം തോന്നുകയും ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 23 കുട്ടികൾ തുടങ്ങുകയും. അല്ല, അവിടെ ഒരു കാര്യം നിലപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പം ജീവിതത്തിന് നിർണായകമായൊരു വഴിത്തിരിവുണ്ടാകുന്നത് താങ്കളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് 2017 കാസർഗോഡ് വെച്ചുണ്ടാകുന്നൊരു സംഭവമാണ്. ആ സംഭവം ഒന്ന് പറയണം. കാരണം ഇത്രയധികം സ്വാധീനിക്കപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ഇത്തരം ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത്, ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരും. ഇത്രയും കുട്ടികളെയും കൊണ്ടുവരും, വീൽ ചെയറിലെ കുട്ടികളെ കൊണ്ടുവരും, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൊണ്ടുവരും, തോളത്തെടുത്ത് കൊണ്ടുവരും. അപ്പോഴൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും, അതിന് ശേഷം മറക്കും. അവരുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം ഇതവരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ അറിയുന്നില്ല, പഠിക്കുന്നില്ല, അന്വേഷിക്കുന്നുമില്ല. പക്ഷെ അന്ന് കാസർഗോഡ് അറിയാമല്ലോ, എൻഡോസൾഫാൻ്റെ ഒരു ഏരിയയാണ്. അന്ന് അവിടെ ഒരു പ്രോഗ്രാമിന് ഗവൺമെൻറ് നടത്തിയ പരിപാടിയായിരുന്നു. അതായത് ഈ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ഫണ്ട് റൈസിംഗ് പോയി ഷോയ്ക്ക് വേണ്ടി കർട്ടൻ ഉയരുമ്പോഴാണ് ഞാൻ കാണുന്നത് ഓഡിയൻസിന് അകത്തിരിക്കുന്ന കുട്ടികൾ മുഴുവൻ ഈ കുട്ടികളാണ്. അത് മുഴുവൻ ചിലത് കിടക്കുന്നു, ചിലത് നിലത്തിരിക്കുന്നു, ചിലത് വീണ് കിടക്കുന്നു, ചിലത് ബഹളം ഉണ്ടാക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, വലിയ തല, ചെറിയ കുടൽ, ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രമാണ് കാണുന്നത്. പാരൻസ് നമ്മൾ സ്റ്റേജിൽ വെച്ച് തമാശ പറയും, പക്ഷേ അവിടെ ഒന്നും തമാശയ്ക്കും ഒരു പ്രസക്തിയില്ല. അമ്മമാർ ചിരിക്കില്ല, അമ്മമാരുടെ കണ്ണീരൊക്കെ വറ്റി കുഴിഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ടിരിക്കുന്ന അമ്മമാർ. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു. ഇതോടുകൂടി തന്നെ ഞാൻ ആകെ അങ്ങോട്ട് നമ്മളൊരു മനുഷ്യനാണല്ലോ, എന്തൊരു മജീഷ്യനാണെങ്കിലും മനുഷ്യനാണല്ലോ. പരിപാടി കഴിഞ്ഞ് ഭക്ഷണം തന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഒരമ്മ, ഒരു 10-18 വയസ്സ് പ്രായമുള്ളൊരു തടിയുള്ളൊരു മകൻ, അവനിങ്ങനെ കരയുന്ന വിശന്നിട്ട് ഈ അമ്മ ഭക്ഷണപാത്രം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ചൊരു ദേഷ്യമാണ് തോന്നിയത്. നിങ്ങളെന്തേ ഭക്ഷണം കൊടുക്കാത്ത കുട്ടിക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ അവിടെ കരഞ്ഞിട്ട് അവർ പറയുകയാണ്, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തോ എൻ്റെ വായിൽ വെച്ചെല്ലാം കഴിക്കും, അവൻ ചവയ്ക്കാൻ അറിഞ്ഞൂടാ. ചവയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ബ്രെയിനിന് വരില്ല, അതാണ് പ്രശ്നം. ഇറക്കാൻ വേണ്ടിയിട്ട് വരില്ല. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം അവർ വായിലിട്ട് ചവച്ച് വായിൽ വെച്ച് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് ബ്രെയിനിലേക്ക് ഇങ്ങനെ തല വെച്ചിട്ട് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അതോടുകൂടി ഞാൻ ഒരു റിയാലിറ്റി, വേറൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുകയാണ്. പിന്നെ ഈ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊരു പക്ഷേ നമുക്ക് ഈ ചാനലിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാവണമെന്നില്ല. കാരണം പലപ്പോഴും ഇവരുടെ സെക്ഷൽ പ്രോബ്ലംസ്, അമ്മ പലപ്പോഴും അങ്ങനെ നിന്നു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുക, ഇതൊക്കെ പറയുമ്പോൾ
ഒരു മനുഷ്യനല്ലേ ഞാനതോട് കൂടിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ചില കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോഴാണ് ഞാൻ അന്ന് ഉറങ്ങിയതേ ഇല്ല. ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ശൈല ടീച്ചർ കണ്ടോ, ടീച്ചർ എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ മാജിക് അല്ലേ ഉള്ളൂ. അപ്പോൾ മാജിക് പഠിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അക്കാഡമിയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. ടീച്ചർ എന്തോ ലെക്കിൽ 23 കുട്ടികളെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, അന്ന് അഷീലാണ്, മുഹമ്മദ് അഷീലാണ്, ഏൽപ്പിച്ച്. അഷീൽ ഉണ്ടായിരുന്നു അവിടെ. അന്ന് ഷീലിനെ ഏൽപ്പിക്കുന്നു. ഈ 23 കുട്ടികൾ അവിടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ തന്നെ അവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് അവർക്കുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു പുതിയൊരു എൻട്രിയാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കൺട്രോളിൽ കിട്ടുന്ന കുട്ടികളല്ല. അവർക്കൊന്നും എന്നെ ഒരു പരിചയമില്ല, ഒരു അറിവുമില്ല. അപ്പം നമ്മളിങ്ങനെ മാജിക്ക് കാണിക്കുന്നു. അപ്പോൾ ചില കുട്ടികളൊക്കെ ഇതിങ്ങനെ നോക്കുന്നുണ്ട്, ഭയങ്കര താല്പര്യത്തോടു കൂടി നോക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒരു 6 മാസം അതിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ കുട്ടികൾ പെർഫോം ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർക്കത് അവിടേക്ക് വരാൻ താല്പര്യം തുടങ്ങി. രാവിലെ കുട്ടികൾ 10 മണിക്കൊക്കെ എണീക്കുന്ന കുട്ടികൾ രാവിലെ നേരത്തെ അമ്മയെ വിളിച്ചുകൊണ്ടിട്ട് അക്കാഡമി പോകണമെന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ആ മാറ്റം പിന്നെയാണ് ഇതിൻ്റെ അരങ്ങേറ്റം വരുന്നു. വൈസ് പ്രസിഡൻറ്റ്, അന്നത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹമീദ് അൻസാരി വരുന്നു. ഇവർ അനുയാത്ര എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ്റെ അംബാസഡേഴ്സായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. അതും കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ചുമതല അവിടെ തീരുകയാണ്. നെക്സ്റ്റ് ഡേ ഈ അമ്മമാർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മാജിക് പ്ലാനറ്റ് ഉണ്ട്, ഇവിടെ ഈ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ പുനരധിവാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോചിച്ച് ഇവർക്കൊരു ജോലി കൊടുത്താലോ, ഇവർക്കൊരു പെർഫോമേഴ്സായിട്ട്. ഇതൊരു പെർഫോമിങ് തിയേറ്ററാണ്. അങ്ങനെ എംപവർ എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടാക്കി അതിനകത്ത് ഇവരെ പെർഫോമേഴ്സാക്കി. ഇന്നിപ്പോൾ ആ മക്കളിവിടെ എംപ്ലോയീസാണ്. എല്ലാ മാസവും കൃത്യമായ ശമ്പളം മേടിക്കുന്ന കുട്ടികൾ. അവരെനിക്ക് തോന്നുന്നു ഒരു 3500 ഷോ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. സിംഗപ്പൂരിൽ ഷോ ചെയ്തു, ഡൽഹിയിൽ ഷോ ചെയ്തു, ഇപ്പോൾ ദുബായിൽ പോകാൻ പോകണം. ഒരു വലിയൊരു മാറ്റം. അപ്പോൾ അവരിപ്പോൾ ഏകദേശം സെൽഫ് സഫിഷ്യൻ്റായി മാറിയ ഒരു പരിതസ്ഥിതി വന്നപ്പോൾ നമ്മളിതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കണമല്ലോ. കാരണം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ മാറ്റം വന്നു, എന്താ തെളിവുള്ളത്? അതാണ് ചോദിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു രീതി ലോകത്ത് എവിടെയില്ല. ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുക. ഇവിടെ ഇവരുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഡെയിലി ഇവിടെ വരുന്ന ഓഡിയൻസാണ്. ഓഡിയൻസ് വരുമ്പോൾ ഇവർക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ എനിക്കൊരു അവകാശമുണ്ട്. അപ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്നു, അവരാളാവുന്നു, സെലിബ്രിറ്റീസ് വരുന്നു. ഇതിങ്ങനെ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ബ്രെയിൻ്റെ ഏതൊരു ഭാഗം. ഈ മാറ്റം എങ്ങനെ നമുക്ക് തെളിവ് എടുക്കാൻ സാധിക്കും? അപ്പോൾ ഞങ്ങളിത് ലെക്കിൽ ആദ്യ കുട്ടികൾ വന്ന സമയത്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇവിടെ പ്രീ അസസ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെയിനിൻ്റെ. അപ്പോൾ നമ്മൾ സെക്കൻഡറി അസസ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് ടീച്ചർക്ക് റിക്വസ്റ്റ് കൊടുത്തു. അതിന് CDCയും ഐക്കോൺസും വീണ്ടും അസസ്മെൻറ്റ് എടുത്തു. പുറത്ത് വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇവരുടെ IQ EQ ലെവൽ ഉയർന്നു, ഡിസബിലിറ്റി താണു, റിസൾട്ട് താഴെ വരികയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു പുതിയൊരു സാധ്യതയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പിന്നെ ന്യൂറോ മെത്തോഡിൽ കൂടെ തന്നെയാണോ ഇത് പോയിട്ട് ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് എത്ര പെർസെൻറ്റേജ് വ്യത്യാസം വന്നിട്ടുണ്ടാകും? അല്ല, അത് പല കുട്ടികൾക്കും പല രീതിയിലാണ്. എല്ലാ കുട്ടികൾക്കും വന്നു. ഞാൻ മനസ്സിലാക്കിയ കണക്കിന് അപ് ടു 20% ഒക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് ആ കണക്കുകൾ കാണിക്കുന്നത് അല്ലേ? പിന്നെ അതിനകത്ത് നമ്മൾ എടുത്ത് മേജർ വിഭാഗവും മൈൽഡ് ആയിട്ടുള്ളവരല്ല, സിവിയർ ആയിട്ട് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയാണ് നമ്മൾ എടുത്തത് ആദ്യത്തെ ബാച്ചിൽ എടുത്തത്. അപ്പോൾ നമുക്ക് തോന്നി ഇത് കൂടുതൽ കുട്ടികളിലേക്ക് കൊടുക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ 100 കുട്ടികൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അടുത്ത സെൻറ്റർ, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള പെർഫോമൻസ്, മാജിക്കിൽ മാത്രം ഒതുക്കി നിർത്താതെ പാട്ട് പാടുന്ന കുട്ടികൾ, നൃത്തം ചെയ്യുന്ന കുട്ടികൾ, സയൻസിനകത്ത് റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ, സയൻസ് പഠിപ്പിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ എല്ലാ മേഖലയിലേക്കും 100 കുട്ടികൾ എടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങി. ആ കുട്ടികൾക്ക് ഇതിനേക്കാൾ വലിയ മാറ്റം വരാൻ തുടങ്ങി. അത് കുറച്ച് ന്യൂസ് ആയപ്പോഴത്തേക്ക് വീണ്ടും ആപ്ലിക്കേഷൻസ് അല്ല, ഇവിടെ വന്നുകൊണ്ട് ഓരോ ദിവസവും കരഞ്ഞിരിക്കുന്ന അമ്മമാരും കുട്ടികളും ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയും, സാറേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഒന്ന് മരിച്ച് കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് ഞങ്ങൾ. എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷിക്കണം. ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ കാലശേഷം ഈ കുട്ടി എന്ത് ചെയ്യും? ഇതാണ് ഇപ്പോഴുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് തോന്നി വീണ്ടും കുട്ടികളെടുക്കണം. അങ്ങനെ മെയ് മാസത്തിൽ 100 കുട്ടികൾ കൂടി, 200 കുട്ടികളുടെ ഇവിടെ. പിന്നെ ജനുവരിയിൽ 100 കുട്ടികളെ കൂടി എടുക്കാൻ പോവുക. അപ്പോൾ 300 കുട്ടികളാവും. പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളവിടെ ഒരു യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. അതിനകത്ത് കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടി തിയേറ്റർ, മാജിക് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് എൻ്റെ പേര്. കേൾക്കാത്തവർക്ക് വേണ്ടി പെർഫോം ചെയ്യാനുള്ള തിയേറ്റർ മാജിക് ഓഫ് സൈലൻസ്. ഓട്ടിസം സാവന്തുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു മോൻ ഇവിടെ ഉണ്ട്. അവൻ കോവിഡ് തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ അപ്പോൾ കോവിഡിനെ കണക്കാവും പറയും. ഇവിടുത്തെ മൊത്തം സ്റ്റാഫിൻ്റെ മൊബൈൽ നമ്പർ അവരറിയാം. ഓരോരുത്തർ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അറിയാം. അത്ഭുതകരമായി മാത്തമെറ്റിക്സ് മാത്രം ഓർത്ത് വയ്ക്കുന്നൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ ഈ
ഞായറാഴ്ച ശനിയാഴ്ച പറയുന്ന കുട്ടികൾ ഒരുപാടുണ്ട്, ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ. പക്ഷേ ഇതല്ല, കോവിഡിൻ്റെ കണക്കാണ് പറയുന്നത്. എങ്ങനെയത് ഓർത്ത് വയ്ക്കുന്നു? ഒരു തമ്മിലൊരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു മോൻ അശ്വിൻ എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. അവനിപ്പോൾ റോബോട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രാക്ടീസ്, അവന് സിവിയർ ഓട്ടിസമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പലതരത്തിലുള്ള സ്റ്റേജുകളും പലതരത്തിലുള്ള പരിശീലനങ്ങളും നൽകുന്ന കുറേ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്ത് ഈ ഒരു ഡെവലപ്മെൻറ്റ് കണ്ടപ്പോൾ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളെ നമ്മൾ ഇനി പെർഫോമേഴ്സായിട്ട് എംപ്ലോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കൊരു ജീവിത മാർഗ്ഗമായിട്ട് മാറുമല്ലോ. അമ്മമാർ ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അമ്മമാർക്കൊരു കരിസ്മ എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ടാക്കി കൊടുത്ത് അതൊരു സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്ത് അതിനകത്ത് കിട്ടുന്ന വരുമാനം അവരെടുക്കുന്നുണ്ട്. അവർക്കൊരു ബാങ്ക് ബാലൻസൊക്കെ ആയി. അപ്പോൾ ഇതൊരു പുതിയ മാതൃകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ന്യൂയോർക്കിൽ പോയി അഡൾഫി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓസ്ട്രേലിയയിൽ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെ ഓരോ ദിവസവും വന്ന് കരയുന്ന അമ്മമാരും കണ്ണീരൊഴുക്കുന്ന അമ്മമാരും അച്ഛന്മാരും കാണുമ്പോൾ ഞാൻ 45 വർഷം മാജിക്കുമായിട്ട് എന്തായാലും സുഖമായിട്ട് ജീവിച്ചു. ഒരു സുഖമായിട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു ഹാപ്പി ലൈഫ് നയിച്ചു. മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയൊരു തീരുമാനം, ചില കാര്യങ്ങളിൽ നമ്മൾ കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പേരിൽ എൻ്റെ വൈഫിനോട് കൂടിയും പറയാതെ, ഞാൻ അമ്മയോട് പോലും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഡിക്ലെയർ ചെയ്തു, ഞാൻ മാജിക്കിൽ നിന്ന് വിടുകയാണ്, മാജിക്ക് നിർത്തിയെന്ന് പറഞ്ഞിട്ട്. അന്ന് സ്വാഭാവികമായിട്ടും എന്താ പറയുക, കോളുകളുടെ പ്രവാഹം, അതുപോലെ തന്നെ ആളുകൾ ഭയങ്കര കരച്ചിൽ ചെയ്യുന്ന ഇത് ആ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. നാച്ചുറലായിട്ടും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ ഒരു ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ നേരെ നിലമ്പൂർ പോയി. അമ്മ അവിടെയാണ്. അമ്മ ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ വീങ്ങി വീർത്ത മുഖമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ന്യൂസൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനം പിന്നെ അമ്മയുടെ മടിയിൽ കിടന്ന് കുറച്ച് കരഞ്ഞു. എന്തായാലും ആ ചാപ്റ്റർ ഉണ്ട്, അവസാനിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു മാജിക് അവസാനിപ്പിച്ചിട്ട്. അല്ല, പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതൊരു അത്ര ഈ ഗോപിനാഥ് മുതുകാടിനെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ഭുതകരമായൊരു കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്, താങ്കൾ എപ്പോഴും മാജിക്കിനെ, എനിക്ക് അറിയുന്നൊരു ഒരു 90കൾ മുതലെങ്കിലും മാജിക്കിനെ ഏതെങ്കിലും ഒരു കോഴ്സുമായി താങ്കൾ ബന്ധപ്പെടുത്താറുണ്ട്. ഇപ്പം പലതരത്തിലുള്ള മിഷൻസ് മാജിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, മാജിക് ഒരു പ്രധാനപ്പെട്ട ജനങ്ങളെ വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, പാട്ട് പാടുന്നത് പോലെ ഒക്കെയുള്ളൊരു ആളുകളെ വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്നൊരു കലാരൂപം തന്നെയാണ്. പക്ഷേ ആ കലാരൂപത്തെ അവതരിപ്പിച്ച് അതിൽ നിന്നൊരു കയ്യടി നേടി, അതിൽ നിന്ന് താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഒരു വലിയ വരുമാനം നേടി ഹാപ്പിയായി ജീവിക്കുന്നതിനപ്പുറത്ത് എപ്പോഴും ഒരു മിഷനുമായി അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ധാരയിലേക്ക് താങ്കൾ വന്നത്? ഇപ്പോൾ ലിറ്ററസി മിഷൻ്റെ ഭാഗമായിട്ട് താങ്കൾ ഇത് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള യാത്ര നടത്തും. അതൊക്കെ ഈ മാജിക്കിൻ്റെ ഒരു അതിൻ്റെ കൂടെ തന്നെ ഇത്തരം സന്ദേശങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിൽ താങ്കൾ കുറേ കാലമായി വളരെ സജീവമായി പൊതുധാരയിലുണ്ട്. എങ്ങനെയാണ് അങ്ങനൊരു ആലോചന വന്നത്? സാധാരണ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഓരോ ദിവസവും ശ്രമിച്ച് പെർഫോമൻസ് നന്നാക്കാനാണ് എപ്പോഴും മാജീഷ്യൻസ് തീരുമാനിക്കുക. അതിനപ്പുറത്തൊരു സോഷ്യൽ കോസുമായി ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്ററസി മിഷൻ്റെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം ഇതിനകത്തേക്ക് വരുന്നത്. അന്ന് മലപ്പുറത്താണ്. അന്ന് PK മൊഹന്തി എന്ന് പറയുന്ന ആളാണ് അന്ന് കലക്ടർ. അപ്പോൾ വെറുതെ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടൊരു പോസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആദ്യം തോന്നുന്നുണ്ടാവുന്നത് മാജിക്കിന് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരു നിമിത്തമായിട്ട് സംഭവിക്കുന്നതാണ്. അന്ന് എനിക്ക് ഈ ഐറ്റംസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ PK മൊഹന്തി സാറിൻ്റെ അടുത്ത് പോയിട്ട്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്, ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മാജിക്കിലൂടെ ഇതിൻ്റെ അവയർനെസ്. അപ്പോൾ നല്ല കത്തി നിൽക്കുന്ന സമയമാണ് കേരളത്തിൽ, സാക്ഷരത പ്രസ്ഥാനം ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഇദ്ദേഹം പറഞ്ഞു, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, ക്യാൻ യു പെർഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സാധനമില്ല. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ അന്ന് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി പിറ്റേ ദിവസം ഞാൻ പെർഫോം ചെയ്തു. പക്ഷെ അത് ആദ്യത്തെ സംഭവമായിരുന്നു. അത് അവർ അപ്രൂവ് ചെയ്തു. പിന്നെ മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും സാക്ഷരതാ കേന്ദ്രങ്ങളിലും മുഴുവൻ പോയി പെർഫോം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നളിനീനെറ്റ് വന്ന കലക്ടർ അവർ വിളിച്ച് തിരുവനന്തപുരത്ത് പെർഫോം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം കേരളത്തിലുടനീളം പെർഫോം ചെയ്തു. അപ്പോൾ ഇതിനകത്തുള്ളൊരു മനോഹാരിത ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഈ മാജിക്കിലൂടെ അത്ഭുതപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ആർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാജിക്കുമായിട്ട് പോകുമ്പോൾ നമ്മളൊരു സാധാരണ പ്രസംഗം അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അതിനേക്കാൾ ഈസിയാണ് മാജിക്കിലൂടെ ഈ കാര്യം പറയുമ്പോൾ. ഇവരിത് കാണുന്നു, അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് ഒരു സാധനം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇത് അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് ഒരു മിഠായി കഴിക്കുന്ന പോലെയാണത്. അപ്പോൾ ആ ഒരു സമവാക്യം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നി കുറേ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ദേശീയോദ്ഗ്രഥനം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭാരതയാത്ര, ഗാന്ധി സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭാരതയാത്ര. പിന്നെ ഇതൊക്കെ നമ്മൾ നടത്തുമ്പോൾ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് അതിനേക്കാൾ വലുതാണ്. കാരണം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തുകൊണ്ട് ഇത്രയും ആളുകളെ കാണാൻ സാധിക്കുക, അലയുക, ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഓൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ
അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭയങ്കര രസം, ഭയങ്കര ഉന്മാദം തോന്നും നമുക്ക്. ആ ഉന്മാദാവസ്ഥയാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. ഞാൻ ഇതിനിടയ്ക്കൊന്ന് ചോദിക്കട്ടെ, മാജിക്കിന് വേണ്ടിയും ആദ്യഘട്ടത്തിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് മാജിക്കിന് വേണ്ടിയാണ് താങ്കൾ കുറേ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ പൂജപ്പുരയിൽ മാജിക് അക്കാഡമി ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ മാജിക് പ്ലാനറ്റ് ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ മാജിക് പ്ലാനറ്റ് ഉണ്ടാക്കുമ്പോൾ മാജിക് അക്കാഡമി ഉണ്ടാക്കുമ്പോഴൊക്കെ മാജിക്കിൻ്റെ ഒരു പ്രചാരണമാണ് ലക്ഷ്യം വെച്ചത്. അതുപോലെ ഇതൊന്ന് വിസ്തീകരിക്കണം. കാരണം ഈ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ സ്ട്രീറ്റ് മജീഷ്യൻസിനെ താങ്കൾ പല സ്ഥലത്തു നിന്ന് കണ്ടെത്തി. എനിക്കൊന്ന് ഗുജറാത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ അല്ലേ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ അഭ്യസിപ്പിക്കുക, സ്ട്രീറ്റ് മജീഷ്യൻസ് താങ്കളെ അത്ഭുതപ്പെടുത്തിയ ചില പെർഫോമൻസുകളൊക്കെ താങ്കൾ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടെത്തുകയും അവരുടെ എന്ത് അത്ഭുതമാണ് താങ്കൾ അവർ സൃഷ്ടിച്ചത്? ഇതും ഈ ഭാരതയാത്രയ്ക്കിടയിലുണ്ടായൊരു സംഭവമാണ്. അതായത് ഡൽഹിയിലൊരു കലാകാർ കോളനി, കലന്തർ കോളനി എന്നൊക്കെയാണ് എൻ്റെ പേര്, പക്ഷേ കലാകാർ കോളനി എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ ഒരു 6000-ഓളം ആർട്ടിസ്റ്റുകൾ, സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഉണ്ട്. അതിനകത്തൊരു 300 ചില്ലാൻ സ്ട്രീറ്റ് മജീഷ്യൻസ് ഉണ്ട്. ഇവരൊക്കെ ആയിക്കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ കുരങ്ങന്മാരെയും പാമ്പിനെയും ഒക്കെ എടുത്തിട്ട് നേരെ പോകുന്നു, റോഡിലേക്ക് പോകുന്നു, അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, ആ കുട്ടികളെയാണ് കൊട്ടയ്ക്കകത്തിട്ട് കുത്തുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് അതിനകത്ത് ആ ഒരു കോളനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു പ്രസിഡൻറ്റും അവിടെയുള്ള കുറേ നിയമാവലികളും ഒക്കെയാണ് അവർ നടപ്പിലാക്കുക. എല്ലാവരും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. അങ്ങനെ ഒരു കോളനി ഇപ്പോഴും ഉണ്ട്. പക്ഷേ വെരി ടാലൻറ്റഡ് അല്ലേ, വെരി ടാലൻറ്റഡ്. അവരാണ് ഈ സ്ട്രീറ്റ് മജീഷ്യൻസ് മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഇപ്പോഴും താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓട കുത്തി ഒഴുകുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് അമ്മയും അമ്മമ്മയും ചേച്ചിയും എല്ലാവരും കൂടി ഒരു സ്ഥലത്താണ് കിടക്കുന്നത്, കുടിസ് മുറികൾ. അങ്ങനെ ഈ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും ലൈഫിൽ സാധിക്കാത്ത പഠിക്കാനാണ് പോണത്. എന്നെ കൊണ്ടൊന്നും ജീവിതത്തിൽ 5 ജന്മം ജനിച്ചാലും സാധിക്കാത്ത രീതിയിലാണ് അവരെ പെർഫോമൻസ്. സ്ലൈറ്റ് ഓഫ് ഹാൻഡ്, കയ്യടക്കം, സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്നാണ് പറയുന്നത്. കയ്യടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ സാധനങ്ങൾ ഒളിപ്പിക്കുന്നതും മാറ്റുന്നതും മിസ്ഡയറക്ഷനൊക്കെ. ഈ മാജിക്കിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മിസ്ഡയറക്ഷനാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കണ്ണിനെ തിരിച്ചു വിടുകയാണ്. ഇതിനുപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് അവർ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ ഇത് കണ്ടു, അത്ഭുതപ്പെട്ടു. പക്ഷേ ഞാൻ നിരാശനായൊരു കാര്യം ഇവരുടെ അവസ്ഥയാണ്. പൈസയില്ല, ഭയങ്കര നരകം. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഇവരെ പറ്റി പഠിക്കാൻ വേണ്ടി ഹൗഡിൻ ഇവിടെ വന്നിട്ടുണ്ട്, ഡേവിഡ് കോപ്പർഫീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഡ്രോപ്ട്രിക് എന്ന് പറയുന്ന മാജിക്കിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീറ്റർ ലെമണ്ട് എന്ന് പറയുന്ന ഒരു സായിപ്പ് ഇവിടെ വന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗ്രീൻ മാംഗോ ട്രിക്കിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് മാമി യമദ എന്ന് പറയുന്നൊരു ജപ്പാൻ സ്ത്രീ വന്നൊരു എഴുത്തുകാരി വന്ന് പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവർക്കൊക്കെ അതൊരു വലിയ വിലയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു വിലയില്ല. അപ്പോൾ ഈ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ അവസ്ഥ, അവർ കരഞ്ഞുകൊണ്ട് പറയുന്ന കഥ കേട്ടപ്പോഴാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ടാണ് ഈ മാജിക് പ്ലാനറ്റ് ഫോം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ സ്ട്രീറ്റ് മജീഷ്യൻസ് ഉണ്ട്. മാങ്ങേണ്ടി മണ്ണിൽ കുഴിച്ചിട്ട് മാവ് മുളപ്പിക്കുന്ന മാന്ത്രികൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എന്താ പറയുക ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മാത്രമായിട്ടുള്ള ട്രഡീഷണൽ മാജിക് കാണിക്കുന്ന മജീഷ്യൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിക്കുകയാണ്, സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ എത്ര പേരുണ്ടാവും ഇപ്പം ഇവിടെ? ശരിക്കും ആക്ച്വലി ഒരു 20 പേരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോയി. ഇപ്പോൾ ഓരോരുത്തർ മടക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4-5 പേര് ഇപ്പോഴും ഉണ്ട്. അവർ ഈ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കുന്ന ആളുകളാണോ അതോ? എല്ലാം അടക്കി ഒതുക്കി ജീവിപ്പിക്കാൻ പറ്റും നമുക്ക്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസയും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ്. അവർ ഇത്രയും കാലം ഇങ്ങനെ നരകിച്ച് ജീവിക്കായിരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു ലൈഫ് കിട്ടുകയല്ലേ. ഇവർക്ക് എല്ലാവർക്കും ഇതൊക്കെ വേണമല്ലോ, ലൈഫ് വേണമല്ലോ. അതിനകത്ത് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഒരു ലാൽനാഥ് സംജുനാഥ് വാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്ട്രീറ്റ് മജീഷ്യൻസിൻ്റെ ഫെസ്റ്റിവൽ വെച്ചപ്പോൾ അന്ന് 100-ലധികം സ്ട്രീറ്റ് മജീഷ്യൻസിനെ ഇവിടെ കൊണ്ടുവന്നു. അയാൾ വെറും കഞ്ചാവും ഒക്കെ ആയിട്ടുള്ള നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാളുടെ മാജിക് എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിളാണ്. ഇതിൽ കുപ്പായിടാതെ വന്നതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇയാൾ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിന് ഇങ്ങനെ സ്ലിറ്റിനുള്ളൊരു മൂർക്കം പാമ്പിനെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. വിഷ്വലായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഉറങ്ങാൻ പറ്റില്ല, ഞാനത് പഠിക്കാൻ വേണ്ടി ആയതല്ല. അഹമ്മദാബാദ് പോയി അവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അഹമ്മദാബാദിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് ഇയാൾ ആണെങ്കിൽ ഈ റിയൽ ഗുരുവാണ്. നമ്മളെ തിരിഞ്ഞു നോക്കില്ല, അയാൾ പെർഫോം ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ളതാണ് അയാൾ നയം. ഞാൻ ഏകദേശം ഒരാഴ്ച അയാളുടെ പുറകെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പറ്റിയ പണിയല്ല ഇന്ന് മനസ്സിലാക്കി. ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞു, ഇമ്പോസിബിൾ. അയാളുടെ ചെയ്യണ സീക്രട്ട് അറിയാഞ്ഞിട്ടല്ല, അത്രയും ഫാസ്റ്റ്. അതിൻ്റെ രഹസ്യം പറഞ്ഞു തന്നിരുന്നു. രഹസ്യം പറയില്ല, കണ്ടുപിടിക്കണം. ഇയാൾ ഒരിക്കലും രഹസ്യം പറയില്ല. അല്ല, ഇത് പൊതുവെ മാജിക് പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ താങ്കൾ ഇതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാം. നമ്മളൊക്കെ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോഡേൺ മജീഷ്യൻസ് എന്ന് പറഞ്ഞ പേരും വിളിച്ച് നടന്നിട്ട് പക്ഷേ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരുടെ ഒരു രീതിയാണ് അവരുടെ. നിങ്ങൾ എൻ്റെ കൂടെ വേണമെങ്കിൽ നടന്നോ, വേണമെങ്കിൽ പഠിച്ചോ, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ എന്നുള്ളതാണ്. ഞാൻ അവിടുന്ന് പോകുന്നു, അയാൾക്ക് എന്താ പ്രശ്നം, ഒന്നുമില്ല. അപ്പോൾ ഒരു ആഴ്ച നടന്നു കഴിഞ്ഞിട്ടും ഇത് നമ്മളെ കൊണ്ട് വഴങ്ങുന്ന സംഭവമല്ല. കാരണം അത് എനിക്ക് തോന്നുന്നു തലമുറകളായിട്ട് ഈ സ്ട്രീറ്റ് മജീഷ്യൻ, ഇപ്പോൾ ഇവിടെ ഒരു മജീഷ്യനുണ്ട്, പെർഫോമൻസ്. ഈ കുഞ്ഞ്
ഇനി നാളെ അവൻ വലിയ പെർഫോമർ ആവും. കാരണം അവനിപ്പോൾ അതിൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും അവൻ അറിയാണ്. അവൻ്റെ കൈകളനുസരിച്ച് വഴങ്ങുകയാണ്. അവൻ ഓരോ അത് അങ്ങനെ പഠിക്കുന്നതാണത്. മറ്റത് അങ്ങനെയല്ല. മറ്റെന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്നൊരവസ്ഥയാണ്. So first of all, I'll start with a paper. This is a newspaper, and you can see here the newspaper, and I'm using the newspaper with the 4 sheets. The first sheet, the second sheet, the third sheet, and the fourth sheet. Now, I'm turning this paper along its middle like this. Then become 4 loose sheets and separate sheets. Once again, I'm holding this paper, and once again, I'm turning this paper along its middle. Watch. Now, this paper is becoming small pieces. Watch. I'm turning this paper and you can hear the sound. I'm turning this paper to small pieces like this. Now it's a bundle of newspaper pieces. Now what's the paper magic? It's so simple. You can see here number 1, number 2, and number 1. That's it. Now you can experience the magic in your hands. For this magic, I need a wristwatch from your side. A wristwatch. So, for a random selection, I'll throw this flying disc to you. Whoever catches this flying disc may please walk onto the dice with your wristwatch. If you don't have the wristwatch, you can throw the flying disc to somebody else and they can come to the stage. Are you ready for that? Yeah. Before that, I would like to introduce you a box. This is a black and white box. Inside this box, I'm placing your wristwatch. So, are you ready? Are you ready? Sure it is. You have a watch with you. Come to the stage, come to the stage. Please give a big hand. Dia, open your watch. Take your watch out. Yeah. And show it to your audience. See, ladies and gentlemen, I'm not even touching the watch. See, you can, Dia, you can place your watch in this kerchief. So the watch is there. I'm just closing with the kerchief like this. Watch. And in magic, there is an important session called pass the sleight of hand. And I'm not using the sleight of hand. You can touch the watch. Now I'm putting this watch inside this box. So I'm covering with 2 rubber bands. And the number is there is a 4, 2, 3, 2, 1. It's okay. It's okay. Yeah. So before starting the program, I think you noticed one box is there on the top of the table. Yeah. So some of you may please take that box. Please take that box and show it to the audience. Just take it up in your hand. That box. You can take it, hold in your hand and show it to the audience. So fantastic, fantastic, very nice. Now in magic there is an important session called the passe effect. By passe effect means things from one side is traveling to the other side without any of you noticing it. Yeah? And the watch from Dia's hand is going to that box without any of you noticing it. So watch carefully. That's number 1, 2, and 3. Now the watch is there. Can you believe that? Can you believe that? No? Okay. All right. Please bring the box. Bring the box, please.
one more box is there, and the keys with respected Admiral Harikumar sir. You may please walk onto the dais, sir. Please. Ladies and gentlemen, you may please give a big hand. See, I am giving this box to respected Harikumar sir. Sir, come to the middle and please. See, I am not even touching the box. Okay, sir, you can open that box. And inside there is another box. You can take it out, that box. Yeah, wonderful. All right. Inside that, another box is there. You open that, sir, open that. I'm not even touching the box. Wonderful, all right. So there is a small box is there inside, and one more box is there. There's a blue box, and you can take it out. And you can hand over that key and that the first box order. Yeah, that's fantastic. And yeah, the lock is here. You can open that box. See the magic, and you can open the kerchief is there. You can take it out. No, all together, and do that, and open it slowly, and take the watch out. Take it out. The watch. That's your watch. Is it? Thank you very much, sir. Thank you very much. Naturally have a doubt. Give me that box. Naturally have a doubt what's inside this box. It's watch carefully. It's nothing but thin air. Thank you so very much. നമ്മൾ ഇവിടെ ഇപ്പം ഈ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഞങ്ങളിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. മാജിക് പ്ലാനറ്റിലെ കുട്ടികൾ പെർഫോം ചെയ്യുന്നൊരു സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോഴേ ഈ സ്റ്റേജൊക്കെ മിസ് ചെയ്യുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നോ പറയാൻ വേണ്ടി കൂടി പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നൊരു സമയം, അത് 96-ലാണ്. അന്ന് അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ് പ്രേരിപ്പിച്ച് സാറ് പറഞ്ഞതായിരുന്നു, നീ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങി വേറെ തലത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീട്ടിലൊന്നും എനിക്കും അറിയില്ല മാജിക് അക്കാഡമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഭാവി. അദ്ദേഹമാണ് അതിന് അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസസ് എന്ന് പേരിട്ടത്. അദ്ദേഹമാണ് അതിൻ്റെ ബൈലോ ഉണ്ടാക്കിയത്, അദ്ദേഹമാണ് രജിസ്റ്റർ ചെയ്ത് തന്നത്, എല്ലാം അദ്ദേഹം ചെയ്തു തന്നത്. അപ്പം അന്ന് ഒരു വൈകുന്നേരം എൻ്റെ വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കവളമുക്കട്ട എന്ന് പറയുന്നൊരു ഗ്രാമം. അച്ഛനാണെങ്കിൽ സാധാരണ ഒരു കർഷകൻ, അമ്മ ഒരു വീട്ടമ്മ, വിദ്യാഭ്യാസമോ അങ്ങനെ ഒരു ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു ഫാമിലി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീട്ടിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിർത്തണം മക്കളെ എന്നൊക്കെയുള്ളൊരു ധാരണയായിരിക്കുന്നു എല്ലാവരും അവിടെ തന്നെ എപ്പോഴും. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലം, തിരുവനന്തപുരം എന്ന് പറയുന്നൊരു പട്ടണം, എനിക്കൊരു ബന്ധവുമില്ല. ആ ഒരു തീരുമാനം എടുത്ത ഒരു നിമിഷം ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് പോകുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ ഈ മാജിക് ഒന്ന് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടവും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അന്നും അങ്ങനൊരു തീരുമാനം നമ്മൾ എടുത്തല്ലോ എന്നുള്ളത്. ചിലതൊക്കെ നഷ്ടപ്പെടും നമുക്ക്. ചിലതൊക്കെ ഈ പണ്ട് പെൻസിലിൻ്റെ കഥ പറയുന്ന പോലെ ഇങ്ങനെ ഷാർപ്പാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയ പീസുകളെല്ലാം അടർന്നു പോകുമെന്ന് പറയുന്ന പോലെ ചില സന്തോഷങ്ങളും ചില ആർഭാടങ്ങളും ചില എന്താ പറയുക അഹങ്കാരങ്ങളും ഒക്കെ പൊഴിഞ്ഞു പോകുന്ന ചില ഘട്ടം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോൾ സാധാരണ ഒരു ഷോ ചെയ്യുന്ന സമയത്ത് ആ ഷോ കഴിഞ്ഞ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ആർപ്പ് വിളിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖമോ അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു എനിക്ക്. അതിൻ്റെ ഒരു കയ്യടിയുടെ സുഖം, അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു എനർജി, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നം. പക്ഷേ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഹാപ്പിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് മോർ ദാൻ ഹാപ്പിയാണ്. അതായത് ഷോ ചെയ്ത കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചൊരു സുഖം വേറെ. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ബോധത്തോടു കൂടി അവർക്കിടയിൽ ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് മാജിക് ചെയ്തിരുന്ന കാലത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് കൂടുതലാണ്.
അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഇതിൻ്റെ ഒരു റണ്ണിങ് കോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യും? ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനിവിടെ വന്ന് കാണുമ്പോഴത്തേക്കും ഇതിപ്പോൾ കേരളത്തിലെ പല ആളുകളും ഭൂരിഭാഗം ആളുകളും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ, പെർഫോമിംഗ് സ്റ്റേജുകൾ, ഒരുപാട് കുട്ടികൾ, അവരുടെ അമ്മമാർ, പിന്നെ ഈ പറഞ്ഞ കണക്ക് സ്ട്രീറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു കറണ്ട് ചാർജ് തന്നെ അല്ലെങ്കിൽ ഒരു വാട്ടർ ചാർജ് തന്നെ വലിയൊരു തുകയാകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റണ്ണിങ് കോസ്റ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ല മനുഷ്യർ ഭൂമിയിലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം. ഇപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത്. അതെ, ഈ കുട്ടികൾക്ക് 4 വർഷമായിട്ട് ഇതുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അമ്മമാർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടും മോശമല്ലാത്ത ഭക്ഷണം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന സമയത്തും ഇതെങ്ങനെ നടക്കുന്നു? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കോവിഡിൻ്റെ ഒരു അത്രമാത്രം തീവ്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കോർപ്പറേഷൻ എന്നൊരു വണ്ടി തൽക്കാലത്തേക്ക് അവരോട് അനുവാദത്തോടു കൂടി മേടിച്ച് ആ വണ്ടിക്കകത്ത് ഞാൻ ഈ വീടുകളിൽ മുഴുവൻ പോയി അരിയും പച്ചക്കറിയും കൊടുക്കുമായിരുന്നു. ഞാനത് പക്ഷേ അതെനിക്കൊരു ഉണർവായിരുന്നു. കാരണം ഇവിടുന്ന് ഒരു കുട്ടിയുടെ അമ്മ, ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, ആ അമ്മ ഈ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഞങ്ങൾക്ക് എന്തിനാണ് സ്റ്റൈപ്പൻഡ്, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട്, സാറ് ഇങ്ങനെ ആളുകളുടെ മുമ്പിലൊക്കെ പോയി കൈ കാണിച്ച് വെറുതെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് ചോദിച്ചു. ഞാൻ ആ അമ്മയുടെ ഒരു സാരി ഉടുക്കുന്ന രീതിയും ഒക്കെ പ്രകൃതമൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു സത്യമാണെന്ന് വിചാരിച്ചു. യു വോണ്ട് ബിലീവ്, ഞാൻ ഈ അരിയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, വെറും ടാർപോളിൻ കെട്ടിയിട്ടുള്ള ഒരു ചെറിയ വീടിനകത്താണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, ഈ മോള് മാത്രമാണ് ഉള്ളത്. അച്ഛനും അമ്മയും 2 പേരും രാത്രി 2 മണി വരെ ഉറക്കളച്ചിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ കിടന്നുറങ്ങി മറ്റേയാളെ ഉണർത്തും. ഇത് എത്രയും വർഷങ്ങളായിട്ട് നടക്കുകയാണ്. കാരണം ഈ കുട്ടിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേടിയുടെ അവസ്ഥയിൽ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം അന്ന് എന്തിനായിരുന്നു ആ അരി കൊടുക്കാൻ വേണ്ടി ഞാൻ പോയത്? ഈ കുട്ടികളുടെ വീടിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈയിടെ ഒരു മോൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനവിടെ പോയി. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ആ റെയിൽവേ ലൈൻ പോകുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ വീടിനകത്താണ് ഇവർ താമസിക്കുന്നത്. എന്താണെന്നറിയോ, ഇവർ ഈ ഇത്തരം ഒരു കുട്ടിയായി പിറന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ജോലി രാജിവെക്കേണ്ട സിറ്റുവേഷൻ വരും, മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും, ആളുകളുടെ അവഗണന വരും, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവർ മാറും. അപ്പോൾ അത് മാനസികമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ എല്ലാ എനർജിയും ചോർന്നു പോകും. അത് സ്വാഭാവികമായിട്ടൊരു സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അതിനെ ബാധിക്കും. ഇതെല്ലാം അവർ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ, അതിനുശേഷം കേരളത്തിൻ്റെ പുറത്തേക്ക് എത്രമാത്രം കാലം, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും മരണം വരെ, ലാസ്റ്റ് ബ്രത്ത്, അവസാന ശ്വാസം വരെ എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ലൈഫിനെ മാറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാതെ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇത്തരം കുട്ടികളെ. 2732 ആപ്ലിക്കേഷൻസ് ഉണ്ട്, പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അപേക്ഷയായിട്ട് വന്നത്, അപേക്ഷ അല്ലാതെ റെക്കമെൻഡേഷൻസ് ആയിട്ടും നമ്മളടുത്തേക്ക് ഓരോ ദിവസവും വരുന്ന അപേക്ഷകളുടെ എണ്ണം ഒരുപാടുണ്ട്. പിന്നെ ഇതൊന്നും അപേക്ഷ പോലും എഴുതാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ മാത്രം കൈക്കുമ്പിളിൽ കൊണ്ടുവരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 10-32 വയസ്സായ കുട്ടികളെയാണ് പറയുന്നത്. കയ്യിലെടുത്ത് കൊണ്ടുവരുന്ന കുട്ടികളാണ്. പക്ഷേ ആ കുട്ടിക്ക് 32 വയസ്സായി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥയുണ്ട്. ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്കും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ ഓട്ടിസമോ ബാധിച്ച കുട്ടികളുണ്ട്. വോണ്ട് ബിലീവ്, ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാവുക. എന്തുകൊണ്ട് ഇങ്ങനെ പറക്കുന്നു? ദർ ഇസ് നോ റീസൺ ഫോർ ദാറ്റ്. ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചല്ലോ, ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടൊരു ഓട്ടിസം ബാധിച്ച കുട്ടി ജനിക്കുന്നു, സെർബ്രൽ പാൾസി ജനിച്ചൊരു കുട്ടി ജനിക്കുന്നു. നോ റീസൺ. ക്രോമോസോം 21-ാമത്തിനകത്തൊന്ന് കൂടിക്കിടക്കുന്നതിൻ്റെ പേരിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ കൂടിക്കിടക്കുന്നു? ദർ ഇസ് നോ ആൻസർ ഫോർ ദാറ്റ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 15% ഓഫ് ദി പോപ്പുലേഷൻ ഡിസബിലിറ്റി മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 15%, 100-ൽ 15 പേര് ഭിന്നശേഷിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. തീവ്രമായ ഭിന്നശേഷിയുള്ളവർ, ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ സമൂഹം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തമാണ്. ശരി, ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അല്ലേ? അങ്ങനെ ഒരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു വരുമാനം, ഇതിൻ്റെ ഓഡിറ്റിംഗ്, അതിൻ്റെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്? ഡൊണേഷൻസ് വരുന്നു, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു രീതി? 12A രജിസ്ട്രേഷൻ ഉണ്ട്, ATG എക്സംഷൻ ഉണ്ട്. അതായത് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. FCRA ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഒരുപാട് കട്ടാക്കിയല്ലോ, പക്ഷേ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. FCRA നന്നായിട്ട് പോകുന്നുണ്ട്. ഫോറിന് പൈസ അയക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. ഞങ്ങളൊരു ഡയറക്ടർ ബോർഡ് ഇതിനകത്തുണ്ട്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് 26 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്.
അന്ന് മലയാറ്റൂർ സാർ രജിസ്റ്റർ ചെയ്തതാണ്. അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കീഴിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മാജിക് പ്ലാനറ്റിലേക്ക് ഈ വരുന്നവർക്ക് ടിക്കറ്റ്സ് ഒന്നുമില്ല. പണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ടിക്കറ്റ് ഇല്ല. ഇപ്പോൾ ആളുകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഇതിപ്പോൾ നമ്മൾ ഈ കുട്ടികളുള്ളതുകൊണ്ട് ടിക്കറ്റ് വെച്ചിട്ടുള്ളൊരു സ്വഭാവം വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തരാം, പോവാം. ഇതാണ് ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ മക്കളുടെ ഒരു എന്താ പറയുക, എന്തായാലും വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പ്രാർത്ഥന എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ് എന്നോ, ഇറ്റ്സ് വെരി പവർഫുൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ അംബേദ്കർ ഓഡിറ്റോറിയം ഒഴിവുള്ളൊരു ദിവസം നോക്കി ബുക്ക് ചെയ്യണം. അന്ന് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിനുശേഷം അവിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറും അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം സാറും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ പത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, 26-ാം തീയതി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, 25-ാം തീയതി ഞങ്ങളിവിടെ വരും, 27-ാം തീയതി ഞങ്ങൾ രാഷ്ട്രപതിയെ കാണും, 28-ാം തീയതി തിരിച്ചു പോകും. അന്ന് പുതിയ രാഷ്ട്രപതി ചാർജ് എടുത്തിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ 23-ാം തീയതി എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു കോൾ വന്നു, 011 എന്നൊരു കോൾ വന്നു. അപ്പോൾ പറഞ്ഞു, ഇത് രാഷ്ട്രപതി ഭവനാണ്, യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ 27th 12 PM 12 noon. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എണീറ്റ് നിന്നുപോയി. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു ഓറ ഉണ്ട് ഇതിനകത്ത്. ഈ മക്കളുടെ ഇവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഈ ഞാൻ പറഞ്ഞില്ല, കോവിഡിൻ്റെ ഒരു കാലത്ത് ഈ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നാളെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ചേർത്ത് പിടിക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്നായിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ വരുമാനമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം താങ്കൾ ഇതിനകത്തൊരു എംപ്ലോയി ആണോ? എന്താണ് താങ്കളുടെ ഒരു റോള്? ഞാൻ ഈ ശമ്പളം പറ്റുന്നുണ്ടോ? ഇല്ല. അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഞാൻ. 26 വർഷമായിട്ട് ഇതിൻ്റെ ഫൗണ്ടർ കം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 1 രൂപ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. 1 രൂപ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാനെങ്ങനെ എൻ്റെ വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മോട്ടിവേഷൻ പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ട് ടീച്ചേഴ്സിന്, കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതുമായിട്ടിപ്പോൾ എൻ്റെ വീട്ടിലെ ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, മോനെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നം. പക്ഷേ ഒരു ചെറിയൊരു ഫ്ലാറ്റിനകത്താണ് താമസിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും താങ്കൾ തന്നെ താങ്കളുടെ ഒരു ഐഡൻറ്റിറ്റിയെ മാറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല കലാരൂപം കയ്യിലുള്ള ഒരാൾ ഈ വേദിയൊക്കെ ഉപേക്ഷിച്ച് വേറൊരു റോളിലേക്ക് മാറേണ്ട ഒരു കാര്യം എന്താണ്? മാജിക്ക് മടുത്തിരുന്നോ? ഒരിക്കലുമില്ല. അതങ്ങനെ പറയുക ചെയ്യരുത്. അത് പറയുന്നത് പോലും എനിക്ക് വിഷമമാണ്. 2 കാര്യങ്ങളാണ് അതിനകത്ത്. എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, മാജിക്കും ഇതും കൂടി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ എന്ന് ചോദിക്കാറുണ്ട്. മാജിക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൂടെ? ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ പറയാനുള്ളൊരു വേദിയായിട്ട് ഞാനത് ഉപയോഗിക്കാം. ഓക്കെ, ഗ്രേറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാജിക്ക് ഞാൻ ചെയ്യുന്ന കാലത്ത് എന്നും ഞാൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതൊന്നുകിൽ സംഗീതവുമായിട്ട് കൂട്ടിക്കലർത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യ ശാഖകളുമായിട്ട് ബന്ധപ്പെടുത്തിയോ. ഇന്ന് ചെയ്യുന്ന മാജിക്കുകൾ ഒരു 4 or 5 സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം മാറ്റണം എന്നുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. ഒരു ഐറ്റം ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരുപാട് ആളുകളുടെ ബ്രെയിനിൻ്റെ വർക്കാണ്. കാരണം ഒരു പാട്ട് പാടുന്നത് പോലെയല്ല മാജിക്ക്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും. ഇവരുടെ മുഴുവൻ എന്താ പറയുക, ബൗദ്ധിക തലത്തിനെ ഒരു ശരിക്കും പറഞ്ഞാൽ കബളിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ മാജിക്ക് പെർഫോം ചെയ്യാൻ. അങ്ങനെയാണല്ലോ അതിൻ്റെ വാസ്തവം എന്നുള്ളത്. അവർക്ക് രഹസ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മാജിക്ക് പോയി പോകും. അപ്പോൾ ഈ ഒരു മാജിക്കിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഉണ്ടാക്കുന്ന മാജിക്കുകൾ, ഒരു മാജിക്ക് ഫോം ചെയ്ത് അതിനുവേണ്ടി ഒരു പക്ഷേ 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യും. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് സജഷൻ എടുക്കുമ്പോൾ പറയും, അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല, ഈ സാധനം നിസ്സാരമായിട്ട് തള്ളിക്കളയും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് അത്ഭുതം വേണമല്ലോ. ചിലപ്പോൾ നമ്മൾ ഒരു വലിയ ചിലവൊന്നും ഇല്ലാതെ ഒരു 10,000 രൂപ കൊടുത്തിട്ട് സാധനം ഉണ്ടാക്കും. അത് കണ്ടിട്ട് ആളുകൾ പറയും, ഇത് ഗംഭീരം, ഓക്കെ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. അതിനൊരു ടീം വർക്ക് വേണം. അത് രാത്രി ഉറക്കമിളച്ച് ഇതിനു വേണ്ടി ആലോചിച്ച് വർക്ക്, ബ്രെയിൻ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യണമെന്നർത്ഥം. ഇത് രണ്ടും രണ്ടാണ്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുട്ടികളാണിത്. ഒരു മാജിക്കും മനസ്സിലില്ലാത്ത മക്കളാണ്. ഈ മക്കളെ പരിപോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള രീതി അത്ര ശരിയായിട്ടുള്ള രീതിയല്ല. ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഇപ്പോൾ മിനിഞ്ഞാന്നാണ് ഒരു കുട്ടിയെ അച്ഛൻ കൊന്നത്, നമ്മൾ സംസാരിച്ചു. പിന്നെ ഭിന്നശേഷിയുള്ളൊരു കുട്ടിയെ അച്ഛൻ തീ വെച്ച് കൊന്നു. അങ്ങനെയുള്ള കാസർഗോഡ് 28 വയസ്സുള്ള ഭിന്നശേഷിയുള്ളൊരു മകളെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊന്ന് ആത്മഹത്യ ചെയ്തു.
നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്ന സംരക്ഷണമോ അവർക്ക് കൊടുക്കേണ്ട അംഗീകാരമോ അല്ലെങ്കിൽ അവരെ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള, അതായത് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇതുവരെ നമ്മൾ വളർന്നിട്ടില്ല എന്ന് പറയുന്നൊരു വാസ്തവമാണ്. ഇവിടെ നമ്മളൊരു പുതിയ ഒരു കാവ്യം രചിക്കുകയാണ്, പുതിയൊരു രീതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഈ അപ്രോച്ചിനെ മാറ്റുകയാണ്. ആ അപ്രോച്ച് മാറ്റാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. പക്ഷേ അതിലേക്ക് എന്ത് ചെയ്യണം? 100% ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കും ഇറങ്ങണം. ഞാൻ 2 ത്രാസിലിട്ട് തൂക്കി നോക്കിയത്, മാജിക്ക് വേണോ ഇത് വേണോ, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ രണ്ടും ഫ്ലോപ്പായി പോകും. മാജിക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലേ മാജിക്ക് നടക്കുകയുള്ളൂ. ഇതിൻ്റെ വാസ്തവം ഇതാണ്. അതിനകത്ത് ഞാൻ തീരുമാനമെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, 45 വർഷം മാജിക്കുമായിട്ട് നടന്നു, 54 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു, ആയിരക്കണക്കിന് വേദികളിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഇനി ഒരു ഇതിലേക്ക് മാറിയിട്ട് ഇതിനകത്ത് ചെയ്യാവുന്ന പലതും ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹ്യൂജ് സെൻറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്പോർട്സ്, ഈ കുട്ടികളെ പാരാലിമ്പിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോർട്സ്, ഈ കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച തെറാപ്പി സെൻറ്റർ, വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉണ്ട് അതിനകത്ത്, നല്ല തെറാപ്പിസ്റ്റുകൾ, അങ്ങനെയുള്ള ഒരു പ്രദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാജിക്കിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ എൻ്റെ ഫോക്കസ് മുഴുവൻ ഇതിലേക്കാവണം എന്നുള്ളതും, ഇനി ജീവിച്ചിരിച്ചിടത്തോളം കാലം എന്തായാലും ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് ഇതിനകത്തൊരു വലിയ മാജിക്ക് സൃഷ്ടിക്കണം, ഒരു അത്ഭുതം സൃഷ്ടിക്കണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് വേദനയോടുകൂടി ഒരു കാമുകിയ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയുന്നത് പോലെ ഞാൻ മാജിക്കിനെ പറിച്ചെറിഞ്ഞ് ഇപ്പോൾ 100% ഇതിനകത്തുന്നു. അതേസമയം ഇപ്പോൾ മോട്ടിവേഷൻ പ്രോഗ്രാമിന് പോകുന്നു, അവിടെ മാജിക്ക് കാണിക്കാറുണ്ട് ഞാൻ. അതിനൊന്നും എനിക്ക് മാജിക്കിൽ തൊടില്ല എന്നുള്ളൊരു വാശിയൊന്നുമല്ല. പക്ഷേ ഒരു ഫണ്ട് മേടിച്ച്, മാജിക് ഷോയ്ക്ക് വേണ്ടി ഫണ്ട് മേടിച്ചുകൊണ്ട് ഷോ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ സാമൂഹിക ദൗത്യത്തിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.